നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടൊന്ന് വീഴ്ച നോക്കിയേ. ഇതെന്താണെന്ന് കണ്ടോ നിങ്ങൾ? ടിക്ക്, അതായത് നമ്മുടെ ചെള്ള് ഉണ്ണിയൊക്കെ. അപ്പം ഞാൻ മുന്നേ ഇതേപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ദിവസത്തെ നമ്മൾ ചെറിയ ചെറിയ തിരക്കുകളായി പോയപ്പോൾ നമുക്ക് ഇവരുടെ കാര്യത്തിൽ കുറച്ച് ദിവസം, വളരെ ദൂരങ്ങളൊന്നുമില്ല, കുറച്ച് ദിവസം ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ ഇങ്ങനെ യാദൃശികമായിട്ട് നമ്മൾ നോക്കിയപ്പോൾ 1-2 ഉണ്ണികൾ നമ്മൾ ശരീരത്തിൽ കണ്ട്. അങ്ങനെ എല്ലാവരെയും പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, ശരീരം മുഴുവൻ ഇത് വ്യാപിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്തെന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഇവരുടെ ഈ വലുതായിട്ട് കാണുന്നത് മാത്രമല്ല, ഇതിനകത്ത് ഇവരുടെ ചെവിയിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയാൽ അതിനകത്ത് ഒരു മുട്ടയിട്ട് വെച്ചിരിക്കുന്ന കാണാം. നമുക്കിന്നെ ആകെ ഒരു പേടിയൊക്കെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇത് ഈ കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകും, അവർ ചൊറിയുന്നുണ്ടാവും എന്തൊക്കെ. പക്ഷേ നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഒരു 1 വീക്കോളം. ഈ ഒരു 1 വീക്കിനകത്ത് പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാഴ്ച കൊണ്ടൊക്കെ ഇത്രയും വലുതാകുമെന്ന്. ഇവർ സംഭവം ഇത് ചെറുതായിട്ട് ഈ ഹെയറിൻ്റെ ഇടയിൽ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഇത് വലിയ സൈസായി ചോര കുടിച്ച് വയറൊക്കെ വീത്ത് ഡുംബറായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വരുന്നത്. നമ്മൾ മുടി പതിയെ 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 ഇങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നാലും മണൽ വാരിട്ട മാതിരി ഇവരുടെ ശരീരത്തിൽ നിന്ന് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറക്കിക്കൊണ്ടിരുന്നാൽ ഇന്ന് മുഴുവൻ പറക്കിയാലും തീരില്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്തു. കാണുന്നതിനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് ബാക്കി നമ്മൾ പരിഹാരം എന്തായാലും ഇന്ന് തന്നെ പരിഹാരം ചെയ്തിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഈ കാണുന്നതൊക്കെ പറക്കുന്നത് കേട്ടോ. അതായത് ഞങ്ങൾ പപ്പിയെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1-2 പേരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. പപ്പിയെ കൊണ്ടുപോയി നമ്മുടെ ഷെപ്പേർഡിനാണ് കൊണ്ടുപോയവരിൽ നിന്ന് ഞാൻ കൂടുതലും കോൾ കേട്ടത്. അതായത് ഭയങ്കരമായിട്ട് ചെള്ളു വ്യാപിച്ചു, എന്ത് ചെയ്യണം. അപ്പം ഞാൻ അന്ന് ഈ വിളിച്ചവരോടോ അല്ലെങ്കിൽ എന്നോട് വാട്സപ്പ് വഴിയാണെങ്കിലൊക്കെ ചോദിച്ചവരോട് പറഞ്ഞു, ഇതിനൊരു സൊല്യൂഷൻ തന്നെ കണ്ടിയേക്കണം. നമ്മൾ ഈ ടിക്ക് തൽക്കാലം വന്നിട്ട് തനിയെ വീണ് പോകും അല്ലെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയിൽ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കരുത്. അത് ചെയ്തായിരുന്നാൽ വലിയ അപകടം ഉണ്ടാവും. ഏറ്റവും നല്ല ഉദാഹരണം ചെള്ളുപനിയാണ്. ഇത് മനുഷ്യനും പട്ടിക്കും ഒക്കെ വരുന്ന ഒരു ഇൻസിഡൻ്റാണ് ചെള്ളുപനി. അപ്പോൾ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും ഇത് തനിയെ പോകുമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കരുത്. അത് പട്ടികളുടെ, അതായത് ഈ ജീവിയുടെ നാശത്തിനും അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റ് ചെയ്ത് ആർക്കൊക്കെ നിൽക്കുന്നോ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വലിയ അപകടമാണ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടിരിക്കണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പെറുക്കിയെടുത്ത് കളയാൻ പറ്റുന്നതിനും വളരെ അധികമായിപ്പോയി ഇവരുടെയൊക്കെ ശരീരത്തിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇരുന്ന് ചോര കുടിച്ച് കുട്ടികൾക്ക് പനി വരുമ്പോഴത്തേക്ക് അത് ചെള്ളുപനിയിലോട്ടാവും. ചെള്ളുപനി എന്ന് പറയുന്നത് നമ്മൾ ആരംഭത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോഗിനെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ഡിസീസാണ് ചെള്ളുപനി എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തിടയ്ക്ക് ഉണ്ടായിരുന്നു, അയാൾക്ക് 8-10 പട്ടികളുണ്ടായിരുന്നു. എല്ലാം ചെള്ളുപനി വന്ന് ചത്തുപോയി. അതിൽ ലാസ്റ്റ് ഒരെണ്ണത്തിനെ മാത്രമേ അയാൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരാളുമായിട്ട് നമ്മൾ അറിയും. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. പാവം ഡോറ ഏത് പൊസിഷനിലാണോ ഇരുന്ന് തരാൻ റെഡിയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് പറക്കി കൊടുത്താൽ മാത്രം മതി. കാരണം അത്രയ്ക്ക് ചൊറിയായിട്ടുണ്ടാവും അവർക്ക്. പക്ഷേ ഇവർ ചൊറിയുന്നതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. എന്നാൽ തറയിൽ പൊഴിഞ്ഞ് വീഴുന്നതും കണ്ടില്ല. നമ്മൾ പറഞ്ഞില്ലേ, യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ ഒന്ന് പിടിച്ചു വെച്ച് നോക്കിയതാണ് ഈ പിള്ളേരെ എല്ലാവരെയും. അപ്പോൾ ഇവർ 3 പേർക്കാണ് ഇപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡായിരിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ഗുളിക കൊടുത്ത ടീമുകൾക്കാർക്കും ഇപ്പോൾ വലുതായിട്ട് വന്നിട്ടില്ല. ഡോറയ്ക്കാണ് കൂടുതലും കിട്ടിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഡോറയ്ക്ക് ഇതെന്തോ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഡോറയെ മുഴുവൻ പരിശോധിച്ചു. അത് കഴിഞ്ഞ് സ്വീറ്റിയെ പിടിച്ച് നോക്കിയപ്പോൾ എൻ്റെ പൊന്നു, സ്വീറ്റിയുടെ ശരീരത്തിൽ ഡോറയെക്കാട്ടി ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ മുടി നമ്മളിങ്ങനെ പതുക്കെ വകുത്ത് നോക്കുമ്പോഴത്തേക്കും സ്വീറ്റിയുടെ ശരീരത്തിൽ ആ കളർ വ്യത്യാസം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും സ്വീറ്റിയുടെ ദേഹത്തുണ്ടായിരുന്നു. ആ സ്വീറ്റിയുടെ ശരീരത്ത് നോക്കിയേ കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഒരുപാടായിപ്പോയി കേട്ടോ. നമ്മളിങ്ങനെ മുടി വകുത്തെടുത്ത് നോക്കിയാൽ നമുക്ക് ഇനി ഒരുപാട് നോക്കുന്നിടത്തൊക്കെ ഇതേ ഉള്ളൂ. അതായത് എവിടെ നോക്കിയാലും ഈ ഒരു സാധനം എന്നുള്ള ഇതായി. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ പോകണം കേട്ടോ. നുള്ളിപ്പറക്കി എല്ലാം എടുത്ത് ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാതൊരു കാരണവശാലും ടിക്കോ അല്ലെങ്കിൽ ഇതിനെ കിട്ടിയാലും നമ്മൾ ഒരിക്കലും തറയിലോ മണ്ണിലോ ഒന്നും ഇട്ട് കളയരുത്. അത് അവിടെ കിടന്ന് വീണ്ടും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ വിചാരിക്കുന്ന മാതിരി അത് തറയിൽ നമ്മൾ ചവിട്ടി അരച്ചിട്ടെന്ന് എഴുതിയിട്ട് ചാകില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവണതയാണ്, ടിക്കിനെ വലിച്ചെടുക്കുന്നു, തറയിലിടുന്നു, ചവിട്ടി ഞെരിച്ച് അതിന് ചെരുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. പക്ഷേ ആ സാധനം പൊട്ടി എന്നതുള്ളേ ഉള്ളൂ. അതിനകത്തുനിന്ന് ആ ബ്ലഡ് കണ്ടൻറ്റിൽ നിന്ന് വീണ്ടും സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ടിക്ക് കിട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയേ. ഒരൊറ്റ എണ്ണം പോലും തറയിൽ വീഴൊന്നും ചെയ്യാണ്ട് അതിനെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എങ്ങനെ നശിപ്പിക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ.
പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നുള്ളിപ്പറക്കൊണ്ടിരിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവളെ ഒന്ന് സ്വീറ്റി കുളിപ്പിക്കുക, എല്ലാവരെയും സ്വീറ്റി മാത്രമല്ല എല്ലാവരെയും കുളിപ്പിക്കാൻ കയറ്റിയിട്ട് ആ ഒരു ബ്രഷിന് നമ്മളിങ്ങനെ വലിച്ചെടുത്തപ്പോൾ ചുമ്മാ നമുക്ക് തറയിൽ വീണുകൊണ്ടിരുന്നു കേട്ടോ. അതായത് നനവും കൂടെ ആയി. പിന്നെ ആ ബ്രഷിൻ്റെ ബ്രഷ് ഇച്ചിരി നല്ല കട്ടിയുള്ള ബ്രഷാണ്, നമ്മളെ ലാസാപ്സ് ചീകാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. ആ ബ്രഷിൻ്റെ പിടിയിൽ കുറേ ഇളകി വന്നാൽ തറയിലൊക്കെ കിടപ്പുണ്ട്. വെള്ളത്തിലാണ്ട് ഒലിച്ച് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക. അതായത് ഓരോ വലിയിലും നമ്പർ ഓഫ് ക്വാണ്ടിറ്റിക്ക് ഒരുപാട് വലിയ വലിയ ടിക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഡോറയെ അതുപോലെ തന്നെ സ്വീറ്റ് കുളിപ്പിച്ച പോലെ തന്നെ അവളെ ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്താൽ കുളിപ്പിച്ചപ്പോഴത്തേക്ക് ഒരുപാട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. പാവം കുട്ടികൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ അവർക്ക് നമ്മളെ മാതിരി ഇപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനുള്ള ഇതില്ലല്ലോ. നമ്മളങ്ങനെ ഇന്നേ വരെ ഞങ്ങൾക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. 1 or 2 എണ്ണം കാണുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ ഒതുക്കാറാണ് പതിവ്. നമ്മൾ എല്ലാവരും പരീക്ഷിക്കുന്ന മാതിരി എന്തെങ്കിലുമൊക്കെ ലോഷൻ ഒഴിച്ചോ അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ വിപണിയിൽ, ലോഷനൊക്കെ തേച്ചോ അല്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ തേച്ച് കുളിപ്പിച്ചാൽ ഇത് പോകുമെന്ന് പറയാം. അങ്ങനെയൊന്നും ഇത് പോവില്ല. ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് സാധനം ഇതിനകത്തുനിന്ന് ചത്ത് ഇവരുടെ ബോഡിയിൽ നിന്ന് ചത്ത് താഴെ വീഴുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെറിയൊരു എമൗണ്ടും അല്ല, നമുക്ക് ഇത്രയും എണ്ണം ആൾക്കാരുള്ളതുകൊണ്ട് നല്ല എമൗണ്ട് ആവും അതിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ അവരുടെ പൈസ ബുദ്ധിമുട്ടൊന്നും നോക്കാണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരു സംശയം വന്നിട്ട് ഇതെങ്ങനെയാണ് വന്നതെന്നത് ആ വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര മെഡിസിൻ കൊടുത്ത് ഒതുക്കിയാലും ഇതേ കണ്ടോ, നമ്മളെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ പെൺപിള്ളേരല്ലേ അപ്പുറത്ത് നിൽക്കുന്ന ആണുങ്ങൾ വന്നിട്ട് അവരെ ലൈൻ അടിക്കാനായിട്ട് ഒന്ന് നിൽക്കും. കുറ്റം പറയാൻ പറ്റില്ല, അവർക്കുണ്ടാവില്ല വികാരവും വിചാരവും. അവരപ്പുറത്തൊന്ന് നിൽക്കും, അതും കണ്ടിട്ട് ഇവിടുന്ന് എല്ലാം കൂടി ഇവിടുന്ന് ഓടി നേരെ ചെന്ന് അവിടെ പോയി നിൽക്കും. അവിടെ പോയി നിന്നിട്ട് ഈ പട്ടികളും ആ പട്ടികളും തമ്മിൽ കടികളും കൂടി ബഹളങ്ങളും കൂടിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ ഇത് ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഒരുപാട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പട്ടികളുടെ ദേഹത്തുണ്ട്. അത് അവിടെ തൊഴിഞ്ഞു വീഴും, അതിൽ നിന്ന് ഇവർക്ക് കയറും. ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ മെഡിസിൻ കൊടുത്ത് ഒതുക്കിയാലും ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളെ ശരീരത്തിൽ ഇവിടുന്ന് വരും. നമ്മൾ ഇതിനകത്ത് ഒരാൾക്ക് കിട്ടിയാൽ മതി, ബാക്കി എല്ലാവർക്കും സ്പ്രെഡാവും. അപ്പോൾ കഴിഞ്ഞ് കഥകളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ല, എങ്ങനെയാണ് കിട്ടിയുള്ള അവസ്ഥ എങ്ങനെയാണ്, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ വന്നു. ഹീറോ സിംബാരിക്ക വന്നിട്ട് 2500 രൂപയാണ് 3 പേർക്കുള്ള ഗുളികയുടെ വില. 45 kg to 60 kg ഇതാണ് അവരുടെ ആ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോറ എങ്ങനെ പോയാലും 60 കിലോ അടുപ്പിച്ചുണ്ട്, സ്വീറ്റിയും 60 കിലോ അടുപ്പിച്ചുണ്ട്. അപ്പം 2 ഗുളികയും അവർക്ക് 2 പേർക്കും ആയി. പിന്നെ ചാർലിയും ഓൾമോസ്റ്റ് എന്താ പോയാലും 40 കിലോ എബോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡോറയ്ക്കും ചാർലിക്കും സ്വീറ്റിക്കും ഗുളിക കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗുളിക കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഗുളിക രാത്രിയേ കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് രാത്രി കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പകലിപ്പോൾ ഇവരെ കൊടുത്തിട്ട് നമ്മളിവരെ തുറന്ന് വിടുവാണെങ്കിൽ ഇത് ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ വീഴാനാണ് പതിവ്. അപ്പോൾ ഇത് ഇവർ വെളിയിലൊക്കെ ഓടി നടക്കുമ്പോഴത്തേക്കും ഇത് താഴെ വീണുകൊണ്ടിരിക്കും. മീൻസ് ആകാത്ത കിടക്കുവാണെങ്കിൽ അത് ഇരട്ടിപ്പണിയാവും. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഇവർക്ക് ഗുളിക കൊടുക്കും. രാത്രി ഇവർക്ക് ഗുളിക കൊടുത്ത് ഇവരെ കൂട്ടിനകത്ത് ഇട്ടിരുന്നിട്ട് രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും അയ്യോ കൂട് ഫുള്ളിത് പൊഴിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടോ അത്രത്തോളം. ഇനി അഥവാ പൊഴിഞ്ഞ് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ ചത്തിരിക്കും. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുളിക കൊടുക്കുന്നതെന്ന് കണ്ടു നോക്കിയേ, എങ്ങനെയാണ് ഗുളിക കൊടുക്കുന്നതെന്നുള്ളത്. സ്വീറ്റിക്കാണെങ്കിൽ പിന്നെ ഗുളിക കൊടുക്കുക ഒരു പാടുമില്ല കേട്ടോ. ഏത് മരുന്ന് കൊടുക്കാനും സ്വീറ്റിക്ക് ഭയങ്കര എളുപ്പമാണ്. മുട്ടായി തിന്നാ മാതിരി അങ്ങ് ചവച്ചങ്ങ് തിന്നോളുവേ. ബാക്കി വീട്ടിൽ ആർക്കും മരുന്ന് കൊടുക്കാനും ഭയങ്കര പാടാണ്. നമ്മൾ ഈ പറഞ്ഞത് ബ്രെഡിനകത്ത് വെച്ചോ അല്ലെങ്കിൽ കോഴിയുടെ തലയ്ക്കകത്ത് വെച്ചോ കാലിൻ്റെ ഇടയിൽ വെച്ചൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഈ കോഴിക്കാലിൻ്റെ ഇത് ചത ഇളക്കിയിട്ട് അതിനകത്ത് ഗുളിക വെച്ച് കൊടുക്കും. അല്ലാണ്ട് അവർ കഴിക്കില്ല. പക്ഷേ സ്വീറ്റ് അപ്പം ഏത് ഗുളിക കൊടുത്താലും കൃത്യം അങ്ങ് തിന്നോളൂ. അവർക്ക് ഒരു പരാതിയില്ല, പരിഭവമില്ല. അത് നോക്കിയേ.
ഇവിടെ ഗുളിക കൊടുക്കുക ഏറ്റവും പാട് ഇവക്കാണ് കേട്ടോ. ഇവളാണെങ്കിൽ കൃത്യമായിട്ട് വായിക്കകത്ത് ഒതുക്കി വെച്ച് കളയും. അവൾക്ക് അറിയാം വായിക്കകത്ത് വലിയ വായാണ്ടേ ഒതുക്കി വെച്ചിട്ട് വിഴുങ്ങാണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോൾ തുപ്പിക്കളയും. അതറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടെ നിന്ന് തീറ്റിച്ചിട്ട് അടങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ബ്രെഡൊക്കെ കയ്യിൽ കരുതി അവളെ തീറ്റിക്കണേ. അയ്യോ 2500 രൂപയുടെ ഗുളികയാണേ, നമുക്ക് വേസ്റ്റാക്കാൻ ഗുളികയില്ല. അത് അവൾ വേസ്റ്റാക്കുന്നത് കാണാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ഇനി അവസാനത്തെ ഊഴം നമ്മുടെ ചാർലിയുടേതേ. അപ്പോൾ അത് ചാർലി കഴിക്കുക. ഇനി നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ ഫൈനലായിട്ടുള്ള വ്യൂ നോക്കിയേ. അതായത് ഈ ചെയ്തതിനൊക്കെ റിസൾട്ട് ഉണ്ടോ എന്നുള്ളൊരു സംശയമില്ലേ, ആ റിസൾട്ടാണ് ഈ കാണുന്നത്. സ്വീറ്റിയുടെ ശരീരം മുഴുവൻ നോക്കിയേ, എല്ലാവരും ചത്തിരിക്കുന്നുണ്ടോ. ഇനി കൂടിനകത്ത് ബഹുവിശേഷമാണ്, പക്ഷേ വെളുപ്പാങ്കാലം ആയതുകൊണ്ടേ കൂടിനകം ആകെ ഇരുട്ടാണേ, അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടത്തില്ല. എന്നാലും സ്വീറ്റിയുടെ ശരീരത്തുനിന്ന് നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ.